ലിയ ബോർഡ് എക്സാം എഴുതാനുള്ള ഒരു ഇതിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് കോളേജ് വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്ന ആളുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിരഞ്ജന സുരേഷ്, നമ്മൾ സ്നേഹത്തോടു കൂടി നിഞ്ചു എന്ന് വിളിക്കും. നിഞ്ചുനെ ഞാൻ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പിന്നെ ലിയ, നമ്മൾ സ്നേഹത്തോടു കൂടി ലിയ തന്നെ വിളിക്കും. ലിയനെ നിങ്ങളെ ബ്ലോഗിൽ കണ്ടെത്തും. പിന്നെ സാന്ദ്ര. സാന്ദ്ര മോളെ എനിക്കറിയാലോ, എൻ്റെ അധികം ബ്ലോഗിൽ ഉണ്ടാവലുണ്ട് സാന്ദ്ര. സാന്ദ്ര നമ്മൾ സ്നേഹം കൂടുമ്പോൾ സാന്ദ്ര മോൾ വിളിക്കും. അല്ല മാത്രം വിളിക്കാൻ പേരില്ലേ, അല്ല എനിക്ക് വിളിക്കാൻ പേരില്ല. സാന്ദ്ര 1 സാന്ദ്ര 2 ലിയ 1 ലിയ 2. പിന്നെ ക്യാമറ വീഡിയോ എടുക്കുന്നത് അപ്പുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഊനോസ് ചെയ്തത് എക്സ്പീരിയൻസ് ഇല്ല, ഫസ്റ്റ് ടൈമാണ്. സാന്ദ്ര ആയിട്ട് മോട്ടിവേഷൻ തന്നത് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഊനോസ് ബെറ്ററാണ്. പിന്നെ ഇർഫാനി പറഞ്ഞ ഒരു ഊനോസ് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇർഫാൻ ഇവിടെ ഇല്ല. അപ്പോൾ അവർക്ക് മോട്ടിവേഷനിലാണ് ഞാനിവിടെ ഇന്ന് ഊനോസ് ബെറ്റർ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വീഡിയോ മൂന്നാമത്തെ പ്രാവശ്യമാണ് പ്ലാൻ ചെയ്ത്. ഇന്നാണ് ക്യാമറ ഓൺ ആക്കി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പരിചയപ്പെട്ടിട്ട് ഇന്നേക്കല്ല കഴിഞ്ഞ ആഴ്ചയിലെ 1-ന് 2-ന് 10-ന് ഒരു വർഷത്തെ 1-2 ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു. അന്ന് ഞാൻ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ 10-നെ പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം അസ്നങ്ങൾക്ക് എനിക്കറിയാം 10-ാം തീയതി ഡേറ്റ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി. അപ്പോൾ ഒരു വർഷം മാത്രം പരിചയമുള്ള ഞങ്ങൾക്ക് ഇവർക്ക് എത്രത്തോളം പിന്നെ അറിയാം എന്നാണ് എൻ്റെ വീഡിയോയിൽ കാണുന്നത്. ഇവരാരും ഒറ്റ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എനിക്ക് നാളെ കയറാൻ വേണ്ടി പോകുന്നത്. എനിക്ക് അറിയോ? പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലാന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ, പക്ഷെ സാന്ദ്ര ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ആൻസർ അറിയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്നതാണ്. പിന്നെ അസാന്നിധ്യത്തോടെ അറിയുന്നുണ്ട്. ഇതിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അറിയാം. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ലിയ ബോർഡ് എക്സാം എഴുതാനുള്ള ഒരു ഇതിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും. അറിയുന്നവരെ മുണ്ടരുത്, കൈ പിടിക്കണം. ഓക്കെ, ആ ഫസ്റ്റ് കൈ പിടിച്ചിരുന്നത് ക്യാമറമാൻ നോക്കണം. ഓക്കെ ഓക്കെ, കൈ പിടിക്കണം വേണ്ടത്. ഓക്കെ, കൈ വന്നിക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇൻട്രോവേർട്ട് ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ? ഭയങ്കര ഇഷ്ടമാണ്. അറിയാൻ ആൾക്കാരെടുത്ത് എന്നോട് പറഞ്ഞു
സാന്ദ്ര. മന്തിയോ ഞങ്ങൾക്ക് പറയട്ടോ എങ്ങനെ പൊരിച്ച സാധനമാണ് എന്നീട് പറ്റും അത് പറയാൻ പറ്റില്ല. എന്റെ ഫേവറേറ്റ് ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലീസ് ആണ്. നമ്മളോട് പറഞ്ഞില്ല നമ്മളുടെ മന്തി ഫാനല്ല. പിന്നെ ഇവർ പറഞ്ഞതില് ശരി ടെക്നിക്കലി ഞാൻ ടോട്ടൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് 1.23 ഞാൻ നോക്കട്ടെ. 1.23 or 22 okay 1.22 കെ ഞാൻ പറയട്ടോ ഞാൻ സോറി 1.23 അത് ഞാൻ സാന്ദ്ര അടിക്കുന്ന വിചാരിച്ചു. പോസ്റ്റ് ഓർ വീഡിയോ? ലിയ. മൂന്നുപേർക്ക് മാർക്ക് കൊടുത്തേക്ക്. വീഡിയോ ഉണ്ട് ഇതില്. ഓക്കെ, ഓഡിയൻസ് തിരഞ്ഞെടുക്കട്ടെ. ഓഡിയൻസ് തിരഞ്ഞെടുക്കട്ടെ, വ്യൂവേഴ്സ് തിരഞ്ഞെടുക്കട്ടെ. ഞാൻ മോസ്റ്റ് യൂസ് ചെയ്യുന്ന ആപ്പ് ഫസ്റ്റ് ബെഞ്ച് നോക്കിട്ടോ.
പ്ലസ് ടു ടീച്ചർ കല്യാണം കഴിക്കാത്ത അല്ല പൊളിറ്റിക്സ് ഒരു സാറ് ഞാൻ അങ്ങനെ ചോദിച്ചാ അല്ല കല്യാണം കഴിക്കാത്ത ഒരു ടീച്ചർ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാസ്റ്റർ പറഞ്ഞു പൊളിറ്റിക്സിന്റെ സാർ പറഞ്ഞു നിനക്ക് ആരെയാ ശരിക്കും ഇഷ്ടം? അപ്പൊ 3 പേർക്കും മാർക്ക് കൊടുക്കുക. ഇവരൊക്കെ അതേപോലെ ഓരോ സർക്കാരാണ് കണ്ടോ ഓരോ പൊളിറ്റിക്സിന്റെ അധ്യാപകരുമാണ് ഞങ്ങളെ സ്വാധീനിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി അടുത്തത് എന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ബീച്ച് ഒരു സ്ഥലമാണ് ഒരു രാജ്യം എനിക്കിഷ്ടം ന്യൂസിലാൻഡാ. ഞാൻ പറയാ വന്നീന്നു ഗേൾസ് ട്രിപ്പ് പോവാറുണ്ട്. സാറിന് പറഞ്ഞു ബാലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എത്ര ലക്ഷം ബാലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി? പൈസ ഉണ്ടാവുക. ഞങ്ങളുടെ കൂട്ടത്തില് മലേഷ്യ, ഗോവ, തായ്ലൻഡ് പോയ ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെ പറഞ്ഞു ഗേൾസ് ട്രിപ്പ് ബാലി പോവാ. ഗേൾസ് ട്രിപ്പ് കേരളത്തിൽ പോവാം. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച പുസ്തകം പഠിപ്പികളെ ലക്ഷ്യം അത്ര ഫേമസ് അല്ലാത്ത ഫേമസ് ആയ ബുക്കാ. സംഭവം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ, ആ കോളേജിൽ എല്ലാ പ്രാവശ്യം ബുക്ക് എടുക്കാൻ ഇവരുണ്ടാവാറുണ്ട്. പക്ഷെ ലാസ്റ്റ് പക്ഷെ ബുക്ക് ബാല്യകാലസഖ്യ അല്ല വായിച്ചിട്ട് പിന്നെ വായിക്കാറുണ്ട്. ബാല്യകാലസഖ്യ കുറച്ച് ബാല്യകാലസഖ്യയുടെ റിവ്യൂ പറയാറ് എന്താ. ബാല്യകാലസഖ്യ അടിപൊളിയാണ്. പക്ഷെ ക്ലൈമാക്സ് വായിച്ചെത്താൻ കഴിയില്ല. കാരണം ഒരുമാതിരി ഒരടുപ്പിക്കും പിന്നെ പിരിക്കും, പിന്നെ അടിപ്പിക്കും പിന്നെ പിരിക്കും. ഒന്നെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന പ്ലേലിസ്റ്റ് സോങ് പ്ലേലിസ്റ്റ് സോങ്സ് പ്ലേലിസ്റ്റ്
ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ കയ്യിൽ ഇഷ്ടമല്ല ഓക്കെ ഫസ്റ്റ് ലാസ്റ്റ് ഞാൻ 4 മാർക്ക് എനിക്ക് 3 ഇല്ല അത് 2 കൂട്ടിയ സാർ എനിക്ക് പരമാക്കാൻ കൂടിയ ഇതൊക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. 3 Am I a morning person or a night owl? മോർണിംഗ് മോർണിംഗ് പേഴ്സൺ ആണോ അതോ നൈറ്റ് ആണോ? എനിക്ക് ബാക്കിയില്ല, അതൊന്നും മനസ്സിലാക്കുന്നത്. മോർണിംഗ് പേഴ്സൺ. അത് ഫസ്റ്റ് എഴുതിച്ചത് അല്ലല്ല മോർണിംഗ് പേഴ്സൺ പറഞ്ഞു. ഓക്കെ നിങ്ങൾക്ക് എന്താ പറയുന്നത്? ഞാൻ കറക്റ്റ് നൈറ്റ്. രാത്രി കൂടുതൽ സമയം ഫോൺ വാങ്ങുന്ന ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആൻഡ്രോയിഡ് ചൂസ് ചെയ്യുമോ അതോ ഐഫോൺ ചൂസ് ചെയ്യുമോ? പക്ഷെ ഉപ്പാക്ക് ഇഷ്ടമാണ് കാരണം ഡെയിലി കോളേജിൽ പോകുന്നവർക്ക് നല്ലതാണ് പോയിട്ടാണ് ഉപ്പ പറഞ്ഞു. ഉപ്പ പറഞ്ഞില്ല ഫോണിന്റെ കമ്പനി ഞാൻ ഐഫോണാണ് പ്രിഫർ ചെയ്യുക. പക്ഷേ അപ്പോൾ ആണ് ഫസ്റ്റ് വന്നത്. ഓക്കെ 3 പുലര പുലര പെട്ടെന്ന് ചിരിക്കുന്ന ഒരാളാണോ അത് ചിരിക്കാൻ കുറച്ചിപ്പോൾ ആരെങ്കിലും ചളിയൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നതാണോ അതോ ചിരിക്കാൻ കുറച്ച് ടൈമൊക്കെ എടുത്ത് ചിരിക്കുന്ന ആളാണോ? ചിരിക്കുന്ന ആളാണ് ശരിയാ. ഓക്കെ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് മറ്റേ ഫോട്ടോ എടുക്കുന്ന അല്ല ഞാൻ അറിയില്ല. അയ്യോ ഏത് ഫ്രണ്ടാണ്? ഫോട്ടോ വീഡിയോ ഋഷ്വയാണ് ഉദ്ദേശിച്ചത്. ഋഷ്വന്റെ പ്ലസ് ടു ഫ്രണ്ടാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ആരാ പറയാ? അതൊരു ഫൈനാണ്. അതെനിക്കറിയാം.